ദേശീയപാത ആറുവരിപ്പാത നിർമ്മാണം അതിവേഗം പൂർത്തിയാവുകയാണ്. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യ റീച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിനു പുറമെ മലപ്പുറത്തെ ആറുവരിപ്പാതയും യാത്രയ്ക്ക് സജ്ജമായി കഴിഞ്ഞു. മറ്റു റീച്ചുകളിലും നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാവുകയാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും നീളവും വീതിയുമുള്ള ബോക്സ് ഗർഡർ മാതൃകയിലുള്ള കാസർഗോഡ് നഗരത്തെ ചുറ്റി നിൽക്കുന്ന ഒറ്റത്തൂൺമേൽപ്പാല വിസ്മയം ഉൾപ്പെടുന്ന ആദ്യ റീച്ച് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കഴിഞ്ഞു. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്ററിൽ അവസാനഘട്ട ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മെയ് അവസാനത്തോടെ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മുഴുവൻ ജോലികളും പൂർത്തിയാക്കി ആദ്യ റീച്ച് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. ജില്ലാ അതിർത്തികളായ രാമനാട്ടുകര നിന്നും കാപ്പിരിക്കാട് വരെ സർവീസ് റോഡുകളും ദേശീയപാതയും പൂർത്തിയായി കഴിഞ്ഞു. പൂർണ്ണമായും മാർക്കിങ്ങുകളും ഡിവൈഡറുകളും സ്ഥാപിച്ച 8 വരിപ്പാത യാത്രാസജ്ജമായി. 39.68 കിലോമീറ്റർ വരുന്ന രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിലും 37.35 കിലോമീറ്റർ നീളുന്ന വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചിലും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. അവസാനം മിനുക്കുപടികൾ മാത്രമാണ് ഇനിയുള്ളത്. പാലങ്ങൾ വട്ടപ്പാറയിൽ കരതൊട്ടതോടെ അപകടങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ വട്ടപ്പാറ ഇനി അറിയപ്പെടാൻ പോകുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റിന്റെ പേരിലാകും. ഈ മാസം അവസാനത്തോടെ മലപ്പുറം ജില്ലയിലെ 2 റീച്ചുകളും പൂർണ്ണമായി തുറന്നുകൊടുക്കും. തെക്കൻ ജില്ലകളിലും ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാവുകയാണ്. ഏതാണ്ട് 2 വർഷം, 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ അടുത്ത ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. ഏതാണ്ട് 7 കിലോമീറ്റർ പൂർണ്ണമായിട്ടും നിർമ്മിച്ചു കഴിഞ്ഞു. നമുക്ക് കാണാം, ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കിപ്പോൾ എൻ്റെ പുറയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. അതിൻ്റെ സ്ട്രെച്ചുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. 40 വർഷത്തിലധികമായി പൂർത്തിയാവാതെ കിടന്ന ആലപ്പുഴയിൽ ആദ്യ ബൈപ്പാസ് LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് പൂർത്തിയാക്കിയത്. രണ്ടാമത്തെ ബൈപ്പാസിന്റെ നിർമ്മാണം വെറും 3 വർഷം കൊണ്ട് പൂർത്തിയാവുകയാണ്. ആലപ്പുഴയിലെ ഗതാഗത കുരുക്കഴിക്കുന്ന 7 കിലോമീറ്റർ നീളത്തിലുള്ള ആകാശപാത നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റി.